ഫേസ്ബുക്കിൽ വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ഫോട്ടോ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ദിവസം ഇട്ടതുകൊണ്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറേ ഫോളോവേഴ്സ് കിട്ടും, കുറേ ലൈക്കും കമൻറ്റും കിട്ടും. പക്ഷേ അവർക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി 1-2 മിനിറ്റ് വീഡിയോ ഇടുക. അതിൽ ബാക്ക്ഗ്രൗണ്ടൊന്നും അധികം കൊടുക്കാതിരിക്കുക. മ്യൂസിക്കൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാതിരിക്കുക. കാരണം എന്തെന്നാൽ എല്ലാം ലൈസൻസ്ഡ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടിയാൽ ഏറിയ പങ്കും അവർക്ക് പോകും. അതുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ സ്വന്തം മൊബൈലിൽ നല്ല ക്ലിയറായിട്ട്, അതായത് ലെൻസൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ ഇതിടുക, വീഡിയോ ഇടുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യം, വീട്ടിൽ കൃഷിയായാലും ആഹാരം പാചകം ചെയ്യുന്നതായാലും ഇടുക, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഡെയിലി ഒരു 2 മിനിറ്റെങ്കിലും ഒരു വീഡിയോ ഇടുക. എന്നാൽ നമുക്ക് വരുമാനം കിട്ടുന്നത് ഫേസ്ബുക്കിൽ നമ്മുടെ പേജിലൂടെ ചില കമ്പനിക്കാർ പരസ്യങ്ങളിടും. ആ പരസ്യ കമ്പനിയാണ് നമുക്ക് വരുമാനം തരുന്നത്. അതിൻ്റെ ഫേസ്ബുക്കിന് കിട്ടേണ്ട വിഹിതം കഴിച്ചുള്ള ബാക്കി എമൗണ്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്ന് നമ്മൾ ഡെയിലി ഒരു ചടങ്ങ് പോലെ കുറേ ഫോട്ടോകളിട്ടു, കുറേ വീഡിയോകളിട്ട്, പിന്നെ എവിടെയെങ്കിലും ശേഖരിക്കുന്ന വീഡിയോകളൊക്കെ ഇട്ട് അതിലൊന്നും കാര്യമില്ല. കുറേ റീച്ച് കിട്ടും ചിലവർക്ക്, കുറച്ച് ഫോളോവേഴ്സും കിട്ടും. ആ ഫോളോവേഴ്സ് കിട്ടാൻ ചില ട്രിക്കി പണികളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. വീഡിയോ, നമ്മളെ ചുറ്റുവട്ടത്തുള്ള വീഡിയോ നമ്മളെടുത്തിടുക. അത് പെട്ടെന്ന് റീച്ച് ആവണമെന്നില്ല എങ്കിലും ഡെയിലി നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സംസാരിക്കാനുള്ള സ്ഫുടതയൊക്കെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കഴിവ് കൂടെ നമ്മൾ സമ്പാദിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഫേസ്ബുക്കിൽ ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നാൽ ഈ വരുന്നവരൊക്കെ എല്ലാവരും 10,000, 12,000, 15,000 ഫോളോവേഴ്സ് ഉള്ളവരാണ്. അവർക്കൊക്കെ എല്ലാവർക്കും വരുമാനം കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അത് പറഞ്ഞു തരിക. എല്ലാവർക്കും ഫോളോവേഴ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും വരുമാനം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഫേസ്ബുക്കിന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല റീച്ചാവുന്ന ഫേസ്ബുക്ക് പേജിനാണ് ഈ പരസ്യങ്ങൾ വരുന്നത്. ആ പരസ്യം വരണമെങ്കിൽ ഫോട്ടോ കൊണ്ടത് കാര്യമില്ല. എന്തെങ്കിലും 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഇട്ടാലേ നമുക്ക് അതിൽ പരസ്യങ്ങൾ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക.